സ്വാഗതം. മെഷീൻ എംബ്രോയ്ഡറി ചെയ്യുന്ന എല്ലാവർക്കും വളരെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോ ആണിത്. എങ്ങനെയാണ് ഷെയ്ഡഡ് ഫ്ലവേഴ്സ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. കാര്യങ്ങൾ ശ്രദ്ധിച്ച് കണ്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും മറുപടി നൽകുന്നതാണ്. ഞാൻ ഉപയോഗിക്കുന്ന മെഷീൻ ഇതാണ്, ഉഷ ജെനോം വണ്ടർസ്റ്റിച്ച് സൂയിങ് മെഷീൻ. ഏത് കമ്പനിയുടെ മെഷീൻ ആണെങ്കിലും ഫാഷൻ മേക്കർ വിഭാഗത്തിൽപ്പെട്ട സിഗ്സാഗ് സ്റ്റിച്ച് കിട്ടുന്ന ഏത് മെഷീൻ ഉപയോഗിച്ചും ഈ എംബ്രോയ്ഡറി ചെയ്യാം. ഡിസൈൻ വരച്ചിട്ട് ഹൂപ്പിൽ തുണി ഉറപ്പിച്ചിട്ടുണ്ട്. നല്ല ടൈറ്റായിട്ടാണ് ഉറപ്പിച്ചിരിക്കുന്നത്. കണ്ടോ? മെഷീൻ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ നമ്മൾ ഹൂപ്പിൻ്റെ ഉൾവശത്താണ് എംബ്രോയ്ഡറി ചെയ്യുന്നത്. ഹാൻഡ് എംബ്രോയ്ഡറിയിൽ നമ്മൾ ഇവിടെയാണ് ചെയ്യുക. മെഷീൻ എംബ്രോയ്ഡറിയിൽ ഇതിൻ്റെ ഉൾവശത്താണ് എംബ്രോയ്ഡറി ചെയ്യുന്നത്. ആദ്യമായിട്ട് എംബ്രോയ്ഡറി ചെയ്യാൻ മെഷീനിൽ എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ എംബ്രോയ്ഡറി നമ്മൾ ഫ്രീ ഹാൻഡ് മോഷൻ എംബ്രോയ്ഡറി ആയിട്ട് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രഷർ ഫുട്ട് ഊരി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഫീഡ് ഡോഗ് നമ്മൾ താഴ്ത്തി വെക്കണം. അതിനായിട്ട് നമുക്ക് ഫീഡ് ഡോഗ് ലിവർ ഇങ്ങോട്ട് നീക്കി വെക്കാം. ഫീഡ് ഡോഗ് താഴ്ന്നു പോയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് സ്റ്റിച്ചസിൻ്റെ സെറ്റിങ്സ് നോക്കാം. നമ്മൾ 0യ്ക്കും 1നും ഇടയ്ക്ക് ആണ് ലെങ്ത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. സ്റ്റിച്ച് ലെങ്ത്ത് സെലക്ടർ ഡയലിൽ എ സെലക്ട് ചെയ്തു. സിഗ്സാഗാണ് നമുക്ക് കിട്ടേണ്ടത്. പിന്നെ വിഡ്ത്ത് മാക്സിമം വെച്ചു. ഇതാണ് മെഷീൻ സെറ്റിങ്സ്. പിന്നെ ടെൻഷൻ 2. ഇത്രയേ ഉള്ളൂ മെഷീൻ സെറ്റിങ്സ്. ഞാൻ ഈ കളറ് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. സെയിം കളറ് ത്രെഡ് തന്നെയാണ് ബോബിനിലും ചുറ്റിയിരിക്കുന്നത്. എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ബോബിനിലും സെയിം കളറ് ത്രെഡ് തന്നെ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഷെയ്ഡഡ് ഫ്ലവർ എംബ്രോയ്ഡറി ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് അറിയേണ്ട ഒരു സ്റ്റിച്ചാണ് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച്. ഈ ഫാഷൻ മേക്കർ മെഷീനുകളിൽ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് എങ്ങനെയെങ്കിലും അത് ചെയ്തെടുത്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. മെഷീൻ സെറ്റിങ്സിൽ സിഗ്സാഗ് സ്റ്റിച്ചിൻ്റെ വിഡ്ത്ത് മാക്സിമത്തിൽ വെച്ചത് ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നു. മാക്സിമത്തിൽ വെച്ച സിഗ്സാഗ് സ്റ്റിച്ച് ഇതുപോലെ കയറ്റിയും ഇറക്കിയും തയ്ച്ചാണ് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ഉണ്ടാക്കുന്നത്. മെഷീൻ എംബ്രോയ്ഡറിയിലാണെങ്കിലും ഹാൻഡ് എംബ്രോയ്ഡറിയിലാണെങ്കിലും ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ഭംഗിയായി ഉപയോഗിച്ചാൽ മാത്രമേ ഫൈനൽ പ്രൊഡക്റ്റ് ഭംഗിയായിട്ടിരിക്കുകയുള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഫ്ലവർ അല്ലെങ്കിൽ ഡിസൈൻ മുഴുവനും ഫില്ലായി പോകുന്നുണ്ട് നമ്മൾ ഉറപ്പാക്കണം. സിഗ്സാഗ് സ്റ്റിച്ച് സാറ്റിൻ സ്റ്റിച്ചായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരു സൈഡിലേക്ക് മാത്രമാണ് തയ്ച്ചു പോകുന്നത്. ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ആകുമ്പോൾ ഒരു സൈഡിലേക്കാണ് നമ്മൾ കയറ്റിയും ഇറക്കിയും തയ്ക്കുന്നത്.
ഒരു കളറ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത കളർ എടുക്കാം. അടുത്തത് കുറച്ചുകൂടെ ലൈറ്റ് കളർ ത്രെഡ്. ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ഉപയോഗിക്കുമ്പോഴുള്ളൊരു ഗുണം, ഡിസൈൻ എല്ലാ വശങ്ങളിലും ആവശ്യമായ ഷെയ്ഡുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. നിങ്ങൾ ഈ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ഒന്ന് ചെയ്ത് നോക്കണം. ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കയറ്റി ഇറക്കിയും ചെയ്യുമ്പോൾ നൂല് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്, അതുപോലെ സൂചി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കുന്നതിൻ്റെ ആദ്യ സമയങ്ങളിൽ വരുന്ന പ്രശ്നങ്ങളാണ്. പക്ഷെ നമ്മൾ ചെയ്ത് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ മെഷീൻ എംബ്രോയ്ഡറി എന്ന് പറയുന്നത്. മെഷീൻ എംബ്രോയ്ഡറിയുടെ പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അഭിപ്രായം പറയാം, സംശയം ചോദിക്കാം. ഇനി നിങ്ങൾ എന്താണ് കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് ആവശ്യപ്പെടാം. അതെല്ലാം ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കടന്നു വരാം. നന്ദി.